12ാമത്തെ ദിവസം കടന്നു വരുമ്പോ ഖുലൂ തക്ബീർ മുഴക്കിക്കൊണ്ട് രാവിലെ റോഡ് നീളെ കടന്നു പോകുന്ന എന്റെ ചെറുപ്പക്കാരാ, പ്രവാചക പ്രേമമെന്ന് പറയുമ്പോഴും നിന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് മദ്യമാണെങ്കിൽ എങ്ങനെയോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നിനക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ, മാറ്റിക്കോടാ. ഇതുപോലുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാറ്റിക്കോ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ കൈപിടിച്ച് ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകണം. ലോകത്ത് ഉപകാരം ചെയ്തതിന്റെ പേരിൽ ആരെയെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെയാ. കാരണം എന്താ? അല്ലാഹുവിന്റെ മഹ്ശറയിൽ നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ കൈപിടിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാ. ഉപകാരം ചെയ്തതിന്റെ പേരിൽ നീ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിനെ ആയിരിക്കണം. കാരണം എന്താ? നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മഹ്ശറയിൽ വരുന്നത് പ്രവാചകൻ മാത്രം. അപ്പൊ ഈ 4 കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. റസൂൽ സ്നേഹത്തിൻ സാഗരമാകണം, സ്നേഹത്തിന്റെ കടലാകണം. നമ്മുടെ ഹൃദയം കൊണ്ട് സ്നേഹം വാരിയെറിയണം. അല്ലാഹുവിന്റെ റസൂലിനെ റൗളാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകൻ അറിയട്ടെ, പ്രവാചകൻ അറിയട്ടെ നമ്മുടെ സ്നേഹം. അല്ലാഹുവേ, നാളെ നിന്റെ പ്രവാചകനോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. എല്ലാവരും അവരവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഓരോരുത്തർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ രോഗങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പടച്ച റബ്ബിനോട് ആമീൻ പറയുക. അല്ലാഹു നമ്മുടെ ആമീനും ദുആയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ തമ്പുരാനെ, കൃപയുള്ള അല്ലാഹ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബേ, അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതം പാപരഹിതമായി നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ